നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. പാലക്കാട് മെഡിക്കൽ കോളേജ് നിയമനങ്ങളിൽ സംവരണ വാഗ്ദാനം വഞ്ചനയായിരുന്നത് DGDP. വാഹനങ്ങൾ തകർത്ത സംഘത്തിലെ 6 പേർ പിടിയിൽ. വെടിക്കെട്ട് ഇരട്ട നീതി വേണ്ടെന്ന് ഹൈക്കോടതി. ജില്ലാ കേരളോത്സവം സ്റ്റേജ് ഇനങ്ങൾക്ക് അരങ്ങുണർന്നു. വാർത്തകൾ വിശദമായി. പാലക്കാട് മെഡിക്കൽ കോളേജ് നിയമനങ്ങളിൽ സംവരണ വാഗ്ദാനം വഞ്ചനയായിരുന്നെന്ന് DGDP. പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ പട്ടികജാതി വർഗ്ഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്താമെന്ന വകുപ്പ് മന്ത്രിയുടെ വാഗ്ദാനം വഞ്ചനയായിരുന്നുവെന്ന് DGDP സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പുള്ളി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വീണ്ടും ഞങ്ങൾ സമരത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പട്ടികജാതി വകുപ്പ് മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും മെഡിക്കൽ കോളേജ് ഡയറക്ടറും ഓരോ നിവേദനം സമർപ്പിച്ചുകൊണ്ട് ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്തു മറുപടി തരുന്നുവോ ആ മറുപടിക്ക് അനുസരിച്ചുകൊണ്ടുള്ള പോസിറ്റീവായാലും നെഗറ്റീവായാലും അതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പട്ടികജാതി ഫണ്ട് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നത് രാഷ്ട്രീയ താല്പര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. നിയമനങ്ങളിൽ പട്ടികജാതിക്കാർക്ക് 70% സംവരണം ഏർപ്പെടുത്തും എന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഇടത് സർക്കാർ നിയമനങ്ങളിൽ ഉൾപ്പെടെ അനധികൃതവും രാഷ്ട്രീയവുമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നിയമനങ്ങളിലെ പട്ടികജാതി സംവരണം പാലിക്കാത്തതിനെ തുടർന്നാണ് DGDP അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ജോലി സംവരണ പ്രശ്നം പരിഹരിക്കാമെന്ന മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചത്. മന്ത്രിയുടെ ഓഫീസ് നടത്തിയത് വഞ്ചനയാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. സമരം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി, പട്ടികജാതി വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, മെഡിക്കൽ കോളേജ് ഡയറക്ടർ എന്നിവർക്ക് നോട്ടീസ് നൽകിയെന്ന് AN കരിങ്കരപ്പുള്ളി അറിയിച്ചു. പ്രസിഡന്റ് വിനോദ് കുമാർ A, സെക്രട്ടറി സുജാത മണികണ്ഠൻ, V ഹരിദാസ് K എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാഹനങ്ങൾ തകർത്ത സംഘത്തിലെ 6 പേർ പിടിയിൽ. വാഹനങ്ങൾ തകർത്ത സംഘത്തിലെ 6 പേർ പിടിയിൽ. കോട്ടായിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തകർത്ത കേസിലാണ് 6 പേരെ പിടികൂടിയത്. R സാഗർ, R ശ്യാമപ്രസാദ്, A മുഹമ്മദ് അമീർ, H മുഹമ്മദ് റാഫി, S ഫാസിൽ, R സാഗർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഘത്തിലുള്ള 4 പേരെ കൂടി കണ്ടെത്താനുണ്ട്. കീഴത്തൂർ പള്ളിമുക്കിന് സമീപമുള്ള വീടിന് മുൻപിൽ 21-ന് പുലർച്ചെയായിരുന്നു അക്രമം. നിർത്തിയിട്ടിരുന്ന കാറും 3 ബൈക്കുകളും ട്രാവലറും ലോറിയുമാണ് ഇരുമ്പുപടികളും മറ്റും ഉപയോഗിച്ച് തല്ലി തകർത്തത്. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണിവർ തല്ലി തകർത്തത്. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നിന്നാണ് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രതികളെ കുറിച്ച് വിവരം ലഭിച്ചു പിടികൂടിയത്. കല്യാണത്തിന് വാടകയ്ക്ക് വാങ്ങിയ വസ്ത്രത്തിന് പണം നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കവും അടിപിടിയുമാണ് വാഹനങ്ങൾ തകർക്കുന്നതിൽ എത്തിയത്. കീഴത്തൂർ കരിയാട്ടുപറമ്പ് H മൻസൂറിനെയും സഹോദരൻ മുബാറക്ക്, ബന്ധുവായ കാജ ഹുസൈൻ എന്നിവരുടെയും വാഹനങ്ങളാണ് തകർക്കപ്പെട്ടത്. പോലീസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ്, SI വിനു, SCPOമാരായ ശിവകുമാർ, കൃഷ്ണദാസ്, വിനു, ദിലീപ്, ഗിബീഷ് എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വെടിക്കെട്ട് ഇരട്ട നീതി വേണ്ടെന്ന് ഹൈക്കോടതി. വെടിക്കെട്ട് ഇരട്ട നീതി വേണ്ടെന്ന് ഹൈക്കോടതി. ആരാധനാലയങ്ങളിലെ ആഘോഷങ്ങളിൽ വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അതേ മാനദണ്ഡങ്ങൾ തന്നെ സർക്കാർ പരിപാടികളിലും പാലിക്കണമെന്ന് ഹൈക്കോടതി. വെടിക്കെട്ടിനുള്ള അനുമതിക്ക് ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാരിനെ നിർബന്ധിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഒക്ടോബർ 11 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനമനുസരിച്ച് വെടിക്കെട്ട് നടത്തുന്നതിന് ഫയർ ഡിസ്പ്ലേ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഫയർ ഡിസ്പ്ലേ ഓപ്പറേറ്ററെ നിയമിക്കേണ്ടതുണ്ട്. നിയമിച്ചുകൊണ്ടുള്ള എക്സ്പ്ലോസീവ് കൺട്രോളുടെ സർട്ടിഫിക്കറ്റോടുകൂടി മാത്രമേ വെടിക്കെട്ടിനുള്ള അനുമതിക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ. ഈ നിബന്ധനകൾ പാലിച്ചില്ലെന്ന് കാണിച്ച് ഏതാനും ആരാധനാലയങ്ങളിലെ വെടിക്കെട്ടിന് ജില്ലാ കളക്ടർമാർ അനുമതി നിഷേധിച്ചിരുന്നു. അനുമതി നിഷേധിക്കപ്പെട്ട ആരാധനാലയങ്ങളുടെ ഭാരവാഹികൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ. ഫയർ ഡിസ്പ്ലേ ഓപ്പറേറ്ററെ നിയമിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് കേന്ദ്ര വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടില്ലെന്നും അതിനാൽ വെടിക്കെട്ടിന് അനുമതി നൽകാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിഷയത്തിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായില്ല. പ്രായോഗിക പരിഹാരം അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. നിലവിലെ അവസ്ഥയ്ക്ക് കാരണം കേന്ദ്ര വിജ്ഞാപനമാണെന്നും തങ്ങൾ നിസ്സഹായരാണെന്നുമാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ചട്ടങ്ങൾ നിലനിൽക്കുമ്പോൾ വെടിക്കെട്ടിനുള്ള അനുമതിക്കായി ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിനെ നിർബന്ധിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് S ഈശ്വരൻ വ്യക്തമാക്കി. ജില്ലാ കേരളോത്സവം സ്റ്റേജ് ഇനങ്ങൾക്ക് അരങ്ങുണർന്നു. ജില്ലാ കേരളോത്സവത്തിൽ സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായി. മണ്ണാർക്കാട് ജില്ലാ കേരളോത്സവത്തിൽ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിച്ചു. കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദികളിലായാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. നാടോടി നൃത്തം, ഒപ്പന, മാപ്പിളപ്പാട്ട്, വട്ടപ്പാട്ട്, കോൽക്കളി, ദഫ്മുട്ട്, ലളിതഗാനം, കർണാടക സംഗീതം, ദേശഭക്തിഗാനം, നാടോടിപ്പാട്ട്, വള്ളംകളിപ്പാട്ട് എന്നിവയിലാണ് മത്സരങ്ങൾ നടന്നത്. രചനാ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ
ഇപ്പോൾ ആലത്തൂർ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തുകൾ മുന്നിട്ടു നിൽക്കുകയാണ്. പട്ടാമ്പിയും പാലക്കാടുമാണ് തൊട്ടുപിന്നിലുള്ളത്. വെള്ളിയാഴ്ച കാർട്ടൂൺ, ക്ലേ മോഡലിംഗ്, പ്രസംഗം, മെഹന്തി, ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ഉൾപ്പെടെയുള്ള ഇനങ്ങൾ പൂർത്തിയായി. ബാസ്കറ്റ്ബോൾ, വടംവലി, ഫുട്ബോൾ എന്നിവയിലും മത്സരങ്ങൾ ഇന്ന് നടന്നു. 13 ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും 7 നഗരസഭകളിലെയും 2000-ലധികം മത്സരാർത്ഥികളാണ് ഇന്ന് കേരളോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. MTയെ അനുസ്മരിച്ചു. ഒറ്റപ്പാലം PV കുഞ്ഞുണ്ണി നായർ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. MT അല്പകഥാപരമായി എഴുതിയ അപ്പുണ്ണി, നാലുകെട്ടിലെ അപ്പുണ്ണി, 1958 നാലുകെട്ട് നോവൽ പുറത്തു വരുന്നത് നിങ്ങൾക്കറിയാം. അതിലെ അപ്പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം MTയുടെ പൂർണ്ണമായ ആത്മകഥാംശമുള്ള നോവലാണ്. 1958 MTക്ക് 25 വയസ്സാണ് പ്രായം. 25 വയസ്സ് പ്രായമുള്ളപ്പോൾ എഴുതിയ നോവലാണ് നാലുകെട്ട്. ആ നാലുകെട്ട് അവസാനം നാലുകെട്ടിൻ്റെ എല്ലാ പ്രതിസന്ധികളും വിപുലതകളും അതിനകത്തുണ്ടായിരുന്ന സ്നേഹവും പ്രണയവും സ്നേഹരാഹിത്യവും. യുവകലാ സാഹിതി സംസ്ഥാന രക്ഷാധികാരി EM സതീശൻ MT അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് KN ശിവദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ PM ദേവദാസ്, പ്രഭാവതി P, EK സുഭാഷ് എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി P വിജയകുമാർ സ്വാഗതവും K സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. LDF പാനൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ LDF പാനലിന് ഏകപക്ഷീയ വിജയം. P സുബ്രഹ്മണ്യൻ, A ശ്രീധരൻ, AP സുബ്രഹ്മണ്യൻ, AK ശശി, AP ഗംഗാധരൻ, U പ്രേമ, C കോമളവല്ലി, K രാധിക, M നിഷ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾ. P സുബ്രഹ്മണ്യനെ പ്രസിഡന്റായും UK പ്രേമയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. കള്ളനോട്ടുമായി കൊല്ലം സ്വദേശി മണ്ണാർക്കാട് പിടിയിൽ. കൊല്ലം പത്തനാപുരം പാതിരിക്കൽ അബ്ദുൾ റഷീദിനെയാണ് നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും 1,10,10,000 രൂപയുടെ യഥാർത്ഥ നോട്ടുകൾ പോലീസ് കണ്ടെടുത്തു. ആര്യമ്പാവിലെ കടയിൽ സാധനങ്ങൾ വാങ്ങി കള്ളനോട്ട് നൽകാൻ ശ്രമിക്കുമ്പോൾ പെരുമാറ്റത്തിൽ സംശയം തോന്നി കടയുടമ ചോദ്യം ചെയ്യുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ നാട്ടുകാരുടെ സഹായത്തോടെ തടഞ്ഞുവെച്ച് കടയുടമ പോലീസിൽ അറിയിക്കുകയായിരുന്നു. വിവിധ ജില്ലകളിലായി സമാനമായ 5 കേസുകൾ ഇയാളുടെ പേരിലുള്ളതായാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ നെൽകർഷകരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കുഴൽമന്ദം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കുളവൻമുക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കുഴൽമന്ദം ബ്ലോക്കിലെ 7 പഞ്ചായത്തുകളിൽ നിന്നായി 100 കണക്കിന് കർഷകരാണ് പ്രതിഷേധത്തിൽ അണിനിരുന്നത്. സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ വിതരണം ചെയ്യുക, നെല്ലിന്റെ വില 40 രൂപയായി വർദ്ധിപ്പിക്കുക, വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെയും കാർഷിക മേഖലയെയും രക്ഷിക്കുക തുടങ്ങി 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടന്നത്. കൃഷി വകുപ്പിൽ നിന്ന് വിരമിച്ച ഡെപ്യൂട്ടി ഡയറക്ടർ M മുകുന്ദനുണ്ണി ഉദ്ഘാടനം ചെയ്തു. സംഭരിച്ച് കൃഷിഭവനിൽ നെല്ല് സപ്ലൈകോന് കൊടുത്തിട്ട് ഏകദേശം 3 മാസം ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 3 മാസം വെയിറ്റ് ചെയ്തിട്ടും ഒരാൾക്ക് പോലും ഇത്രയും കാലമായിട്ട് പൈസ കൊടുക്കാനായിട്ട് നമുക്കാണ്. അതിനെതിരെയുള്ള ഒരു സമരമാണ് നമ്മൾ കൂടെ നടത്തുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് നെല്ല് സംഭരിക്കണമെങ്കിൽ, നെല്ല് രജിസ്ട്രേഷൻ തുടങ്ങണമെങ്കിൽ സമരം, രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നെല്ല് സംഭരിക്കാൻ സമരം, നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ PRS കിട്ടാൻ സമരം, PRS കിട്ടിയാൽ പൈസ കിട്ടാൻ നിരന്തരം സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് കർഷകർ ഇപ്പോൾ നിൽക്കുന്നത്. ഈ കർഷകന് കൊടുക്കേണ്ട പൈസ. കർഷക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുന്നതിന് കേരളത്തിൽ ഒരു സംവിധാനവുമില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുണ്ട്. കർഷക സംഘടനകളുടെ നിരന്തര ശബ്ദമുയർത്തലിലൂടെ മാത്രമേ ഇത് യാഥാർത്ഥ്യമാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകരോട് കാണിക്കുന്ന അവഗണനകൾ അംഗീകരിക്കാനാവാത്തതാണെന്നും മുകുന്ദനുണ്ണി പറഞ്ഞു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KA വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. RKMS ദേശീയ കോർഡിനേഷൻ അഡ്വക്കേറ്റ് KV ബിജു മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ MC മുരളീധരൻ,
PR കരുണാകരൻ, സജീഷ് കുത്തനൂർ, അതിരഥൻ, രഘു M, രവീന്ദ്രൻ V, സുരേഷ് കുമാർ, ശിവാനന്ദൻ K, അശോകൻ KC, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി ശെൽവൻ എന്നിവർ സംസാരിച്ചു. ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. വടക്കുംപാടം JBS സ്കൂളിലെ ഹരിത വിദ്യാലയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഹരിത കർമ്മസേനാംഗങ്ങളായ 4 അമ്മമാരെ ആദരിച്ചു. വിദ്യാലയം പ്ലാസ്റ്റിക് രഹിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു. പ്ലാസ്റ്റിക് കവറുകൾ, കുടിവെള്ള ബോട്ടിൽ, പ്ലാസ്റ്റിക് പേപ്പറിൽ പൊതിഞ്ഞ മിഠായികൾ എന്നിവ വിദ്യാലയത്തിൽ നിരോധിച്ചു. വിശേഷ അവസരങ്ങളിൽ തുണി ബാനറുകൾ ഉപയോഗിക്കാനും തീരുമാനിച്ചു. പൂർവ്വ അധ്യാപകരായ സരളാദേവി, ജ്യോതി, പ്രധാനാധ്യാപിക ഹേമലത, PTA വൈസ് പ്രസിഡന്റ് സുഷമ എന്നിവർ ബേബി, സുനിത, ഉഷ, ശാന്ത എന്നിവരെ ആദരിച്ചു. പുതുവർഷത്തിൽ ഉല്ലാസയാത്രയൊരുക്കി KSRTC ബജറ്റ് ടൂറിസം സെൽ. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ജനുവരി 2, 5, 8, 10, 11, 12, 13, 15, 17, 19, 20, 22, 24, 25, 26, 29 തീയതികളിലായി 22 ഉല്ലാസയാത്രകളാണ് നടത്തുന്നത്. നെല്ലിയാമ്പതി സൈലന്റ് വാലി, നെഫർട്ടിറ്റി ആഡംബര കപ്പൽ യാത്ര, മലക്കപ്പാറ, കോഴിക്കോട് തിരുവൈരാണിക്കുളം ക്ഷേത്രം, മൂന്നാർ, ഗവി എന്നിവിടങ്ങളിലേക്ക് യാത്ര 2 ദിവസമാണ്. വിശദവിവരങ്ങൾക്ക് 94737985 8304859018 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടണം. താലപ്പൊലി മഹോത്സവം കൊണ്ടാടി. കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലി മഹോത്സവം വെള്ളിയാഴ്ച സമുചിതമായി നടന്നു. ഗണപതി ഹോമം, ഉഷപൂജ, താലപ്പൊലി, കൊട്ടിയറിയിക്കൽ, പകൽപാന, പാനസദ്യ, പാനക്കാവ് കയറൽ, വേലവരവ്, ദീപാരാധനയെ തുടർന്ന് ദശസഹസ്ര ദീപം തെളിയിക്കൽ, നാദസ്വരം, തായമ്പക, കളമ്പാട്ട്, താലം നിരത്തൽ എന്നിവ നടന്നു. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ്. ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്തകൾ തുടരുന്നു. ഗുപ്തൻ വനിതാ സേവന സമാജം സംസ്ഥാന സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് ചേർന്നു. ഗുപ്തൻ വനിത സേവന സമാജം സംസ്ഥാന സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് ചേർന്നു. സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കഥകളി സംഗീതജ്ഞ മീര രാംമോഹൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം അധ്യക്ഷ MP സിന്ധു അധ്യക്ഷയായി. പാർവതി MM ഗുരുവന്ദനം നടത്തി. ഗുപ്തൻ സേവന സമാജം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോപിനാഥ ഗുപ്തൻ സമ്മാനദാനം നിർവഹിച്ചു. വിജയലക്ഷ്മി പ്രവർത്തന റിപ്പോർട്ടും മണ്ണാർക്കാട് മേഖലാ അംഗം രത്നം പ്രമേയവും അവതരിപ്പിച്ചു. അനിത CT ഗുപ്തൻ വനിതാ സേവന സമാജം കടമ്പഴിപ്പുറം മേഖലാ പ്രസിഡന്റ് അനിത CT അനുശോചനം രേഖപ്പെടുത്തി. ഗുപ്തൻ സേവന സമാജം രക്ഷാധികാരി A ബാലകൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയ് ഗുപ്തൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് കൽപ്പിത്തൊടി, ട്രഷറർ AK സന്തോഷ്, വൈശ്യർ ക്ഷേമ സഭാ പ്രതിനിധി കൃഷ്ണൻ ചെട്ടിയാർ, റീന ബാബു കാരാട് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ MK സരിത നന്ദി പറഞ്ഞു. തുടർന്ന് എന്നിലേക്ക് MK ജയന്തി അവതരിപ്പിച്ചു. തുടർന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു. PV സിന്ധുവിനെ സംസ്ഥാന പ്രസിഡന്റായും MK സരിതയെ സെക്രട്ടറിയായും P സുകന്യയെ ട്രഷററായും തെരഞ്ഞെടുത്തു. വാടിക സ്മിതം മാറ്റിവെച്ചു. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ നടത്താനിരുന്ന വാടിക സ്മിതം 2024 സാംസ്കാരിക പരിപാടികൾ മാറ്റിവെച്ചതായി കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതി ഡിവിഷൻ 1 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് രാജ്യത്ത് ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സാംസ്കാരിക പരിപാടികൾ മാറ്റിവെച്ചത്. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം.
ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. വാർഷിക പദ്ധതി രൂപീകരണ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ പി അനിത അധ്യക്ഷയായി. യോഗത്തിൽ ആസൂത്രണ ഉപാധ്യക്ഷൻ ടി കെ മുഹമ്മദ് കാര്യങ്ങൾ വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സി പി ശശി, കെ റഫീഖ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ജലജ കുമാരി സ്വാഗതവും ഉഷ ഉദയകുമാർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് മെഡിക്കൽ കോളേജ് നിയമനങ്ങളിൽ സംവരണ വാഗ്ദാനം വഞ്ചനയായിരുന്നത് DGDP. വാഹനങ്ങൾ തകർത്ത സംഘത്തിലെ 6 പേർ പിടിയിൽ. വെടിക്കെട്ട് ഇരട്ട നീതി വേണ്ടെന്ന് ഹൈക്കോടതി. ജില്ലാ കേരളോത്സവം സ്റ്റേജ് ഇനങ്ങൾക്ക് അരങ്ങുണർന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.